ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർന്നഹൂമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിൻ്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. തന്നെ പ്രശംസിച്ച, തന്നിൽ അത്ഭുതപ്പെട്ട തൻ്റെ സ്വന്തം നാട്ടുകാരോട് ആ സിനഗോഗിൽ വെച്ച് ആ സമയം എന്തിനാണ് കർത്താവ് അവരെ ചൊടിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പറയുന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ സംശയിച്ചേക്കാം. യേശുവിന് അതിനൊരു കാരണമുണ്ടായിരിക്കാം. തൻ്റെ സ്വന്തം നാട്ടിലെ ആളുകളുടെ സംശയത്തോട് ഇന്നൊരു പക്ഷേ നമുക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ അവനിലുള്ള ചെറിയ സംശയത്തിനോട് അവൻ പ്രതികരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ മെശിഹായെപ്പറ്റിയുള്ള പ്രവചനം നിവൃത്തിയായി എന്ന് യേശു അവരോട് അവകാശപ്പെടുകയാണ്. എന്നാൽ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ, നീ നസ്രായനായ ഒരു ചെറുപ്പക്കാരൻ മാത്രമല്ലേ എന്ന് അവർ പരസ്പരം ചോദിക്കുന്നത് കേൾക്കുകയും അവരുടെ മനസ്സിൽ ഇനിയും നീ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുവാൻ കൂടുതൽ അത്ഭുതങ്ങൾ, കൂടുതൽ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരിക എന്ന ആവശ്യം ഒരുപക്ഷെ ഇന്ന് നമ്മിൽ നിന്നും അറിയാതെ ഉയരുന്ന അതേ ആവശ്യം, അതേ ചോദ്യം അവിടെ നസ്രയത്തിലെ ആ സിനഗോഗിൽ കൂടിയിരിക്കുന്നവരിൽ നിന്നും പുറപ്പെടുന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കണം കർത്താവ് ഇങ്ങനെ അവരെ ചൊടിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നത്. ദൈവമേ, നിന്നെ സംശയിക്കാതെ നീ തന്ന ചെറിയതും വലിയതുമായ നിൻ്റെ കൃപ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഞങ്ങളുടെ ആത്മത്തിൻ്റെ രക്ഷയ്ക്കായി തന്ന സഹനങ്ങൾ, നീ ഓരോ ദിവസവും തരുന്ന ഹൃദയശാന്തി, സഹനങ്ങളുടെ നടുവിലും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങൾക്ക് തരുന്ന മനസ്സിൻ്റെ കരുത്ത്, നിൻ്റെ ഞങ്ങളുടെ ജീവിതത്തിലെ ഇടപെടലിൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുവാൻ, നിന്നെ മുഷിപ്പിക്കാതെ, നിന്നെ ചോദ്യം ചെയ്യാതെ, നിന്നിൽ അക്ഷമനാകാതെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ, ഞങ്ങൾ വായിക്കുന്ന നിൻ്റെ സദ്വാർത്ത, ഞങ്ങൾ കേൾക്കുന്ന നിൻ്റെ സുവിശേഷം, ഈ നൊയമ്പിൻ്റെ, ഈ ഉപവാസത്തിൻ്റെ, ഈ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മുഖാന്തരമാക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.